ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൺമണി കുഞ്ഞുവാവയുടെ ചോറൂണ് പാർട്ട് 2 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമതായിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലാണ്. ഏറ്റവും കയറുന്നതിന് മുന്നേ ഉള്ള വലിയ ഗോപുരമാണത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഹരിപ്പാടെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും പ്രശസ്തമായതാണ് ഇവിടുത്തെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും മണ്ണാർശാല നാഗങ്ങളുടെ അമ്പലമാണ് മണ്ണാർശാല ക്ഷേത്രവും. അപ്പം അതിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ നമ്മുടെ കൺമണി കുഞ്ഞുമാവയ്ക്ക് ഇന്ന് ചോറ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ചെല്ലണം എന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7:30 ആയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പോൾ മേൽശാന്തി നമ്മളോട് കുറച്ച് നേരത്തെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. പക്ഷേ ഇന്ന് അവിടെ ഷഷ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു. നമ്മൾ അമ്പലത്തിൽ ചെന്നതിന് ശേഷമാണ് ഷഷ്ടിയായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പം രാവിലെ തന്നെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പം മഴ തോർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയ രീതിയിലൊരു ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് നല്ല വെയിലായി. അപ്പം ഷഷ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർശനത്തിനൊക്കെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ കാണിക്ക മണ്ഡപത്തിൻ്റെ അവിടെയുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയാണത്. അവിടുന്ന് നമ്മൾ പിന്നെ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നമ്മളവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെന്നപ്പോഴാണ് അറിയുന്നത് ഷഷ്ടിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഷഷ്ടിയുടെ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചോറൂണ് കൊടുക്കാനാവുള്ളൂ എന്നാണ് അമ്പലത്തിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. ഇത് എൻ്റെ മോളും അതുപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ പെങ്ങളും അച്ഛനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ചോറൂണിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അവർ വന്നത്. അപ്പോൾ അവരുടെ മോളാണിത്. അപ്പോൾ താരക്കുഞ്ഞനും ആ മോളുടെ പേര് വീട്ടിൽ വിളിക്കുന്ന പൊന്നൂസ് എന്നാണ്. പൊന്നൂസും കൂടെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നമ്മൾ ചോറൂണിനുള്ള രസീതെല്ലാം എഴുതിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം അകത്ത് നിന്ന് നമുക്ക് അറിയുന്ന ഒരു ചേട്ടൻ വന്നിട്ട് നമുക്ക് നിർദ്ദേശം തരുന്നുണ്ടായിരുന്നു. 5 പൂജയാണ് അവിടെ ഷഷ്ടി സമയത്ത് നടത്തുന്നത്. ഓരോ പൂജയ്ക്ക് ശേഷവും മണിയടിക്കും അമ്പലത്തിനുള്ളിൽ. അപ്പോൾ ഒരു പൂജ കഴിഞ്ഞു എന്ന് കാണിക്കുന്നത് ആ മണിയുടെ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ 5 പൂജകളാണ് ഷഷ്ടി ദിവസം ഉള്ളത്. അപ്പം ഇത്രയും പൂജ ഉള്ളത് കൊണ്ട് തന്നെ ഷഷ്ടി വ്രതം നോക്കി ആളുകൾ ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് ഷഷ്ടിയുടെ വ്രതം ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ വളരെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അകത്തേക്ക് കയറണമെന്നുള്ള സംശയത്തിൽ ഞങ്ങളും ഇങ്ങനെ നിന്നപ്പോൾ കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഒരമ്മ നമ്മളോട് പറഞ്ഞു, ചോറ് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ അകത്ത് കയറ്റി തൊഴിയുക തന്നെ വേണം. അങ്ങനെ പിന്നെ അകത്തേക്ക് കയറി നമ്മൾ ചോറ് കൊടുത്തതിന് ശേഷം തൊഴുതു കേട്ടോ. ചോറ് കൊടുക്കാനായപ്പം എല്ലാം വളരെ പെട്ടെന്ന് ഷടപടാന്നായിരുന്നു. തിരുമേനി വന്നതും മേളക്കാരൻ നിരന്നതും എല്ലാം വളരെ വേഗത്തിലായിരുന്നു. അങ്ങനെ തിരുമേനി കുഞ്ഞിന് കൊടുക്കാനുള്ള ഭക്ഷണമായിട്ട് അകത്ത് നിന്ന് വന്നു. നിവേദ്യ ചോറും പാൽപ്പായസവും ഒക്കെ ആയിരുന്നു അത്. പിന്നെ കുഞ്ഞിന് കുറി തൊട്ട് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. പിന്നെ മേളക്കാരും എല്ലാവരും വേഗം വന്ന് അവിടെ പരിപാടികളെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു. തിരുമേനി വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇതാണ് ചെയ്യുന്നത്. മേളത്തിന്റെ സൗണ്ട് കേട്ടതും കുഞ്ഞു വല്ലാണ്ട് പേടിച്ചുപോയി. പക്ഷെ എന്തോ കരഞ്ഞില്ല, കരയാണ്ട് ഇരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ വന്നവരെല്ലാവരും കുഞ്ഞിന് തൊട്ട് കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാനും മേമയും അച്ചച്ചനും പിന്നെ 2 ചേച്ചിമാരും എല്ലാവരും കുഞ്ഞിന് പാൽപ്പായസത്തിൽ നിന്ന് ലേശം വെച്ചിട്ട് തൊട്ട് കൊടുത്തു. അപ്പോൾ പാൽപ്പായസം അവൾക്ക് നല്ല ഇഷ്ടമായിന്ന് തോന്നുന്നു.
ചിരിച്ചിട്ടൊക്കെ എല്ലാവരുടെയും നിന്ന് വാങ്ങിച്ചിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ കുഞ്ഞിന് കൊടുത്ത ഭക്ഷണം അവിടെ പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഭക്ഷണമായിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. നമ്മളോട് എടുക്കണ്ട, പക്ഷികൾക്ക് കഴിക്കാനായിട്ട് അത് കൊടുക്കാം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പം നമ്മളത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് കൊടുത്തതിൻ്റെ ബാക്കി അവിടെ കൊണ്ടുവന്ന് പക്ഷികൾ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വെച്ചു. അതിനുശേഷം പിന്നെ അത് അവരവിടുന്ന് എടുത്ത് മാറ്റും. കുറച്ച് നേരത്തേക്ക് അവിടെ ഇങ്ങനെ വെച്ചേക്കും. അങ്ങനെ അവൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സദ്യയില് നമുക്ക് മാമ്പഴപ്പച്ചടി, അതുപോലെ എന്താ പറയാ 3 കൂട്ടം അച്ചാറ്, പിന്നെ കൊഞ്ചും മാങ്ങ, അതേപോലെ മുരിങ്ങയ്ക്കയും ചക്കക്കുരുവൊക്കെ ഇട്ട ഒരു കറി, പിന്നെ തോരൻ, ഓമയ്ക്ക പപ്പായ തോരൻ, പിന്നെ എന്തായിരുന്നു, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ മോര്, പിന്നെ പാലട പായസം. ഇത്രയാണ്. നമ്മൾ വേറെ ആരെയും വീട്ടിൽ ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്നൊന്നും ആരെയും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടുകാർ മാത്രമായിട്ടൊരു കുഞ്ഞു ആഘോഷം. അപ്പം ഇതാണ് ഇന്നത്തെ കുട്ടി വ്ലോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.